ആസന്നമായ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് കലാകൗമുദി ഡൽഹി ബ്യൂറോ ചീഫ് കെ.പി. രാജീവൻ വിലയിരുത്തുന്നു. 1.5 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി ജനത ആരെ തുണയ്ക്കും? എ.എ.പിക്ക് തുടർഭരണം ലഭിക്കുമോ? ഡൽഹിയിൽ ഇത്തവണ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. 2013 49 ദിവസത്തെ ഭരണത്തിൽ തുടങ്ങി 2015-ലും 2020-ലും മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തുടരുന്ന ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത വെല്ലുവിളിയാണ് ഉയരുന്നത്. ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസും NDAക്ക് നേതൃത്വം കൊടുക്കുന്ന BJPയും AAPക്ക് എതിരായി മുന്നണികളായി മത്സരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് AAP കടുത്ത വെല്ലുവിളി നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തവണ AAPയെ സംബന്ധിച്ചിടത്തോളം അഴിമതിയുടെ പരിവേഷവും അതുപോലെ തന്നെ BJP കഴിഞ്ഞ തവണയിൽ നിന്നും വളരെയേറെ സംഘടനാതലത്തിൽ മുന്നേറിയതും ആം ആദ്മി പാർട്ടിക്ക് ഒരു വെല്ലുവിളിയായി മുന്നിലുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഡൽഹിയിൽ കനത്ത മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPയുടെ പ്രകടനം ഇത്തവണ എങ്ങനെയായിരിക്കുമെന്ന് വിലയിരുത്താൻ കഴിയുമോ? കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി BJP ഡൽഹിയിൽ അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 26 വർഷമായി ഡൽഹിയിൽ BJPക്ക് അധികാരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇത്തവണ എങ്ങനെയെങ്കിലും പാർട്ടി ഭരണത്തിൽ തിരിച്ചെത്തണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഇത്തവണ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നത്. അതിനവർ നടപ്പിലാക്കുന്നത് കഴിഞ്ഞ മധ്യപ്രദേശ് മോഡൽ സംഘടനാ രീതിയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മുഖമില്ലാതെ പാർട്ടിയുടെ സീനിയറായ നേതാക്കന്മാരെ മുഴുവൻ രംഗത്തിറക്കി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് പുതിയ തന്ത്രമായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ കഴിഞ്ഞ 26 വർഷത്തെ പ്രവർത്തനം നോക്കിയാൽ ഡൽഹിയിൽ അവർ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും ഡൽഹി നിയമസഭ ഭരണം പിടിക്കാൻ വേണ്ടി പാർട്ടി നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞു പോകുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 15 വർഷത്തോളം കോൺഗ്രസിനോടും അതിനുശേഷം 12 വർഷത്തോളം ആം ആദ്മി പാർട്ടിയോടും തോറ്റു പിന്മാറുകയായിരുന്നു ഡൽഹിയിലെ BJP നേതൃത്വം. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി കേന്ദ്രഭരണം കൈയാളുന്ന പാർട്ടിക്ക് ഏറ്റവും ഒടുവിൽ ഡൽഹി കോർപ്പറേഷൻ ഭരണവും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് വിലയിരുത്താനാകുന്നത്. അതുകൊണ്ട് ഇത്തവണ എങ്ങനെയെങ്കിലും ഡൽഹി നിയമസഭ പിടിച്ചെടുക്കണമെന്നുള്ള വേറും വാശിയിലുമാണ് BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വം. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഡൽഹി സംസ്ഥാന നേതൃത്വം പുനഃസംഘടിപ്പിച്ച് വീരേന്ദ്ര സച്ദേവയുടെ നേതൃത്വത്തിൽ പാർട്ടി നടത്തുന്ന പ്രവർത്തനം കുറച്ചുകൂടി ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഡൽഹിയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ BJP ഭരണം പിടിക്കുമോ എന്നിപ്പോൾ കൃത്യമായി പ്രവചിക്കാനാകില്ലെങ്കിലും ഡൽഹിയിൽ BJP വലിയ മുന്നേറ്റം നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയം. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ 2 കക്ഷികൾ പരസ്പരം മത്സരിക്കുകയാണല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയൊരു അഗ്നിപരീക്ഷയാണ്. കാരണം BJPയെ നേരിടാൻ രൂപം കൊണ്ടതാണ് ഇന്ത്യ സഖ്യം. BJP ഉയർത്തുന്ന ഒരു പ്രധാന ആരോപണം ഇന്ത്യ സഖ്യത്തിന് ഫലപ്രദമായ ഒരു മുന്നണിയായി നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യത്തിലെ 2 പ്രമുഖ കക്ഷികളായ കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം മത്സരിക്കുന്നതിലൂടെ BJPയുടെ ഈ ആരോപണത്തിന് ബലം വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തവണ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് നേരിടുന്നത് വലിയ ഒരു വെല്ലുവിളിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ
വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഡൽഹിയിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ രണ്ട് കക്ഷികൾ പരസ്പരം മത്സരിക്കുമ്പോൾ ആ സഖ്യത്തിലെ മറ്റ് കക്ഷികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവരിൽ ആരെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിലും ഒരു പ്രതിസന്ധി ഇന്ത്യ സഖ്യത്തിൽ വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ അഴിമതി കേസുകളും കേന്ദ്ര ഏജൻസികളുടെ നടപടികളും തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി ഡൽഹി ജനതയുടെ പരിഗണനയിൽ ഉണ്ടാകുമോ? ഈ രണ്ട് വിഷയങ്ങളും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഏജൻസികളുടെ നടപടികളും അതുപോലെ ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ അഴിമതി കേസുകളും ഇരു പാർട്ടികളും BJPയും AAPയും വലിയ ചർച്ചയാക്കിയിരുന്നു. എന്നാൽ AAPക്ക് ഡൽഹിയിലെ ലോക്സഭാ സീറ്റുകളിൽ ഒരെണ്ണത്തിൽ പോലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത്തവണയും BJPയും AAPയും ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിലെ മുഖ്യമന്ത്രി അതിഷിയെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നുവെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം എത്രത്തോളം സ്വാധീനം ചെലുത്തും, ജനങ്ങൾ എത്രമാത്രം ഈ വിഷയം പരിഗണിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാനാവുകയുള്ളൂ. എന്നാൽ BJPയെയും കോൺഗ്രസിനെയും അപേക്ഷിച്ച് AAP ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബഹുദൂരം മുന്നിലാണ്. അവർ 70 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒട്ടേറെ സൗജന്യ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും അവർ വളരെ മുന്നിലാണ്. കോൺഗ്രസ് ആകട്ടെ 47 സീറ്റുകളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടരുകയാണ്. എന്നാൽ സ്ഥാനാർത്ഥി പട്ടികയൊന്നും പ്രഖ്യാപിക്കാതെ BJP സംഘടനാ പ്രവർത്തനങ്ങളുമായി ആണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത്തവണ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ അടിയൊഴുക്കുകൾ ഉണ്ടാകും എന്ന് ദിവസങ്ങൾക്കകം നമുക്ക് കൂടുതൽ വിലയിരുത്താനാകും.